ആയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പേരുണ്ടായിരുന്നു. പെട്ടെന്ന് ബെല്ലടിച്ചപ്പോഴാണ് കയറി വരുന്നത്. അപ്പം നോക്കുന്ന സമയത്ത് ഇതാ സർപ്രൈസും കൊണ്ടിട്ടാണ് കയറി വരുന്നത്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വിളിച്ച സമയത്ത് കൂടെയായിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല, ലഞ്ച് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഇല്ല, കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോടാന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ വരുന്നുള്ള കാര്യം. അപ്പം അതാ കുട്ടിയേട്ടൻ കേക്കും അതുപോലെ തന്നെ സുജിത്തായിട്ട് അത് ബ്രോസ്റ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ലായിരുന്നു 2 പേരും വരുന്നത്. നമ്മൾ ഓൾറെഡി ഡ്രീം കേക്കൊക്കെ കഴിച്ചു, നമ്മൾ ഇങ്ങനെ പാത്രമൊക്കെ വടിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത 2 പേരായിരുന്നു രാത്രി വന്നിട്ടുണ്ടായിരുന്നത് വിത്ത് ഗിഫ്റ്റുമായിട്ട്. അപ്പോൾ ഇത് എന്തായാലും ഹിമോൻ എന്താ ബ്രോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്രോസ്റ്റ് ആൾക്ക് കേക്കല്ല, കേക്ക് ഓൾറെഡി കഴിച്ചത് കൊണ്ട് തന്നെ ഇനി ബ്രോസ്റ്റിനാണ് ആൾ കട്ട വെയിറ്റിങ്. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കേക്കൊക്കെ അതിനെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേക്ക് മുറിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹിമോൻ തന്നെ ഫസ്റ്റ് തന്നെ കയറി നിൽക്കുന്നുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതങ്ങനെ തന്നെയാണ്, തീരെ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ടുള്ള ആ ഒരു ചിരിയാണ് കേട്ടോ ഷൈജേട്ടൻ്റെ മുഖത്താണ് കാണുന്നത്. രാവിലെ തന്നെ കുട്ടിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, വിഷൊക്കെ ചെയ്ത് പോയതാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇനിയിപ്പം നൈറ്റ് വരും എന്നുള്ളത്. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. 2 വന്നപ്പോൾ തന്നെ 2 കണ്ടപ്പോൾ തന്നെ പിന്നെ ആ കയ്യിൽ ആ ഒരു പൊതി കൂടി കണ്ടപ്പോൾ തന്നെ ഹിമ അങ്ങോട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കത്തി അടിച്ചു. അപ്പോഴത്തേക്ക് ഇനി ഒരാളും കൂടി വരാനുണ്ട്, അനിയേട്ടനും കൂടി വരാനുണ്ട്. അപ്പോൾ അനിയേട്ടനെ വെയിറ്റ് ചെയ്യാണ് ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹിമോൻ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം കേക്ക് ഓൾറെഡി കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ കേക്ക് കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ജസ്റ്റ് അങ്ങോട്ട് വായിൽ വെച്ചപ്പോൾ കഴിച്ചെന്നല്ലാണ്ട് പിന്നെ ആൾക്ക് വേണ്ട. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കത്തി അടിക്കായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അനിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയേട്ടൻ വന്നപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇതാ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എന്തായാലും ബ്രോസ്റ്റ് കഴിക്കല്ലേ, ഡിന്നറും കൂടി ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചു. കാരണം ടൈം ഓൾറെഡി 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂ അന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി വെച്ചു നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറേ ഡേയ്സിന് ശേഷമാണ് നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ഒരുപാടായി നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ട്. കുട്ടേൻ്റെ വീട്ടിൽ നിന്നാണ് ലാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ തീരെ ഈ ഒരു നൈറ്റ് ഇങ്ങനെ ഒരു വൈബാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കത്തി അടിച്ചിരുന്നു. അതിനുശേഷം ഇവരുടെ 2-3 പിക്കൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. പിക്ക് എടുക്കാൻ ഹിമൻ സമ്മതിക്കില്ല, കയറി അങ്ങനെ ഇരിക്കും. കയറി ഇരുന്നിട്ട് ഇവരെയൊക്കെ ചിരിപ്പിക്കും. ഇവൻ ചിരിക്കുന്നുണ്ട് ഇവർക്കും ചിരി വരും. അങ്ങനെ കുറച്ച് ടൈം എടുത്ത് ഒരു 2-3 പിക്ക് എടുക്കാൻ വേണ്ടി കത്തി അടിച്ചിരുന്നു. പിന്നെ അപ്പോഴത്തേക്കിന് നല്ല ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വോയിസ് ഓവർ ചെയ്തിടാനുള്ള ടൈം ഇല്ലല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഓക്കെ, ബൈ.